എന്തായാലും ഉപകാരപ്പെടും. സേവ് ചെയ്ത് വെച്ചോ. ഇപ്പൊ നീ എത്തിയ ഉടനെ എന്നെ വിളിക്കണം എന്ന് രണ്ട് രീതിയിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. കോൾ മീ ആസ് സൂൺ ആസ് യു റീച്ച് ദർ. നീ അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണം. അല്ലെങ്കിൽ കോൾ മീ വൺസ് യു റീച്ച് ദർ. രണ്ടും ഓക്കെയാണ്. ആസ് സൂൺ ആസ് നമ്മൾ ഉടനെ. അപ്പൊ രണ്ടും ഇന്റർചേഞ്ചബിൾ ആണ്. അങ്ങോട്ട് ഇങ്ങോട്ട് ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് വേറെ എക്സാമ്പിൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നിന്റെ വർക്ക് ഫിനിഷ് ചെയ്ത ഉടനെ നിനക്ക് പോകാം. യു ക്യാൻ ലീവ് എന്ന് പോവാം. യു ക്യാൻ ലീവ് ആസ് സൂൺ ആസ് യു ഫിനിഷ് യുവർ വർക്ക്. ഓക്കെ, നീ ആസ് സൂൺ ആസ് മാറ്റിയിട്ട് വൺസ് നാക്കുമ്പോ യു ക്യാൻ ഗോ, അല്ലെങ്കിൽ യു ക്യാൻ ലീവ് വൺസ് യു ഫിനിഷ് യുവർ വർക്ക്. മനസ്സിലായോ? ഇനി വേറെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ ഞാൻ ജോർജിയയിലാണ്. നല്ല സ്നോ ഒക്കെ ഉണ്ട്. അപ്പൊ സ്നോ കഴിഞ്ഞ ഉടനെ നിന്ന ഉടനെ നമുക്ക് പുറത്തു പോകാന്നൊക്കെ പറയില്ല. അതെങ്ങനെ പറയാം? ഇപ്പൊ ലെറ്റ്സ് ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു പോകാം. ലെറ്റ്സ് ഗോ ഔട്ട് വൺസ് ഇറ്റ് സ്റ്റോപ്പ് സ്നോയിങ്. ഓക്കെ, സ്നോയിങ് എന്ന് പറഞ്ഞാൽ സ്നോ വീഴുന്നതിന് സ്നോയിങ്. ഇയാൾ മാറ്റിയിട്ട് റെയിനിങ് ഒക്കെ ആക്കട്ടോ. മഴ ആകുമ്പോൾ റെയിനിങ് ആക്കും. അതേപോലെ ഇപ്പൊ വൺസ് മാറ്റിയിട്ട് ആസ് സൂൺ ആസ്. ലെറ്റ്സ് ഗോ ഔട്ട്, നമുക്ക് പുറത്തു പോകാം. ആസ് സൂൺ ആസ് ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ് അല്ലെങ്കിൽ സ്നോയിങ് എന്നൊക്കെ പറയാം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരട്ടെ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അതായത് സാലറി കിട്ടിയ ഉടനെ ഞാൻ നിന്റെ പൈസ തരാം. അതെങ്ങനെയാ പറയാന്ന് ജസ്റ്റ് ഇവിടെ കോമന്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത്. ഞങ്ങൾക്ക് വേണ്ട 2 മാസം സമയം, വളരെ ചെറിയ ഫീ, അതായത് 45 മിനിറ്റ് മാത്രം ഒരു ദിവസം, വളരെ ചെറിയ ഫീ, 3500 ഇന്ത്യൻ റുപ്പീസിന് ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. വേറെ ആരും അറിയില്ല. ഞങ്ങളും നിങ്ങൾ മാത്രം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ആണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള സംഭവമെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവും. ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. പുതിയ ബാച്ച് 2 ദിവസം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബൈ.